അമേരിക്കയിൽ ഒരിക്കൽ ചർച്ചയുണ്ടായിരുന്നു. അവിടെ കറുത്തവർക്ക് അകത്തേക്ക് കടക്കാൻ പാടില്ലായിരുന്നു. അശ്വേതർ നിരസിച്ചാൽ കറുത്തവരാണ്. അബ്രഹാം ലിങ്കൺ പലതും ചെയ്തു, മാർട്ടിൻ ലൂഥർ കിങ് പലതും ചെയ്തു. പക്ഷേ അതിനുശേഷവും അവിടുത്തെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഇനിയും 30-40 വർഷം മുമ്പ് വരെ പോലും വ്യത്യാസബോധം നിലനിന്നിരുന്നു. ഇപ്പോഴും കുറച്ചുണ്ട്, പക്ഷേ വളരെ കുറവായിരിക്കുന്നു. പഴയൊരു തമാശയുണ്ട്. ഒരു ചർച്ച് ഉണ്ടായിരുന്നു. അവിടെ ഒരു അശ്വേത യുവാവ് എങ്ങനെയെങ്കിലും അകത്ത് കടക്കാൻ ശ്രമിച്ചു. അവനെ അകത്തേക്ക് കടക്കാൻ അനുവദിച്ചില്ല. വാതിലുകൾ എല്ലാം അടച്ചു. രാത്രിയിൽ അയാൾ വീണ്ടും വന്നു പറഞ്ഞു, ഞാനും ക്രിസ്ത്യാനിയാണ്, ഈ ചർച്ചിൽ എനിക്കുകൂടി അവകാശമുണ്ട്, ഞാൻ അകത്തു പോകും. പിന്നെ രാത്രി അയാൾ ചർച്ചയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാളെയും കാണുന്നു. അയാളും ചർച്ചയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. അശ്വേതൻ ആ വ്യക്തിയോട് ചോദിക്കുന്നു, നീ ആരാണ്? ഞാൻ അശ്വേതനാണെന്ന് പറഞ്ഞിട്ട് ഇവർ എന്നെ ചർച്ചിൽ നിന്ന് പുറത്താക്കി. നീ ആരാണ്? മറുപടി, ഞാൻ ഗോഡാണ്. ഈ ചർച്ചകളെല്ലാം എന്നെ തന്നെ പുറത്താക്കി കഴിഞ്ഞു. അറിയില്ല ഉള്ളിൽ ആരെയാണ് ഇരുത്തിയിരിക്കുന്നത്. സത്യം നമ്മുടേതുപോലെ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കള്ളസത്യം നാം സൃഷ്ടിക്കും. പിന്നെ അതിനെ ആരാധിക്കാൻ തുടങ്ങും. കാരണം അത് നമ്മുടെ നിയന്ത്രണത്തിലായതിനാൽ അതിൽ നിന്ന് നമ്മൾ താങ്കളിപ്പോൾ തെളിവുകളും കണ്ടെത്തി തുടങ്ങും. ഇതാണ് മതത്തിന്റെ പേരിൽ നമ്മളെ തന്നെയായി ചതിക്കുന്ന ഒരു ആഴമുള്ള രീതി.